ഖാണ്ഡ്വ ടു മാണ്ഡ്വ. ഖാണ്ഡ്വയിൽ നിന്ന് ഞങ്ങൾ മാണ്ഡ്വയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഇതൊരു ഫോറസ്റ്റാണ്. ഈ മാണ്ഡ്വയ്ക്കടുത്തുള്ള ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ കർത്താവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഉണർവിൻ്റെ സമയമാണ്, ദ ടൈം ഓഫ് റിവൈവൽ. ഞാനെപ്പോഴും പറയും ആക്ട്സ് അത് റിവൈവലിന് വേണ്ടിയുള്ള, ആക്ട്സ് ഫോർ റിവൈവൽ, ഉണർവിന് വേണ്ടിയുള്ളതാണ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്. അത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സമയത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഈ യാത്ര ചെയ്ത് വന്നപ്പോൾ ധാരാളം ഗ്രാമങ്ങൾ, എന്തോരം ഗ്രാമങ്ങളാണ് ഇന്ത്യയിൽ ബാക്കി കിടക്കുന്നത്. സത്യത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം ഒരു മിനിസ്ട്രി തന്നു, ദൈവം ഒരു അഭിഷേകം തന്നു, ദൈവം ഒരു ശുശ്രൂഷ തന്നു. ഈ ശുശ്രൂഷ ദൈവം നമുക്ക് തന്നതാണ്. എനിക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പോൾ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാണ് ഒരു ശുശ്രൂഷ കർത്താവ് നമുക്ക് നൽകിയത്. മിനിസ്ട്രി ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം കർത്താവ് നമുക്ക് നൽകി. വിദേശ രാജ്യങ്ങളിൽ വിസ കർത്താവ് നമുക്ക് നൽകി. പല രാജ്യങ്ങളിൽ പോയി ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് നൽകി. ഒപ്പം ഈ ഭാരതത്തിൻ്റെ, നമ്മുടെ സ്വന്തം രാജ്യത്ത് ധാരാളം ഗ്രാമങ്ങൾ യേശു കർത്താവിന് വേണ്ടി ഇങ്ങനെ കൊതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വില്ലേജിലേലും വരാൻ പറ്റിയ ഭാഗ്യം, സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നത്. അതെ, ഈ ഖാണ്ഡ്വയിൽ നിന്ന് മാണ്ഡ്വയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ധാരാളം ഗ്രാമങ്ങൾ ഉള്ളുരുകി അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാനും പരിശുദ്ധാത്മാവ് അവരെ തൊടട്ടെ എന്ന് പറയാനും അല്ലാതെ മറ്റെന്താണ് നമുക്ക് കഴിയുന്നത്? കാരണം ആ ഗ്രാമങ്ങളിൽ ഒരു മിഷണറി ഇല്ല, ആ ഗ്രാമങ്ങളിൽ ഒരു സുവിശേഷകനില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ പല സ്റ്റേറ്റുകളിൽ, പല ഗ്രാമങ്ങളിൽ വേല ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും ആയിട്ടില്ല. അത് ഒരു കടലിൽ ചെന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരുന്നത് പോലെയേ ഉള്ളൂ ഭാരതത്തിലെ പല മിനിസ്ട്രികളും. ഭാരതം ഒരു സാഗരം പോലെയാണ്. അവിടെ 10 ചർച്ച എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ, 20 ചർച്ച എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല. ഒരു കടലിൽ പോയി വെള്ളം കോരുന്നത് പോലെയാണ്. അത്രമാത്രം വിശാലമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ബൃഹത്തായ രാജ്യം. ഈ രാജ്യത്തെ കർത്താവിന് വേണ്ടി നേടണം. അതെ, ഇന്ത്യ ഫോർ റിവൈവൽ. ഇന്ത്യ ഒരു ഉണർവിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേണ്ടത് ഇതുപോലെ ആത്മഭാരമുള്ള, പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന, ആത്മപകർച്ചയുള്ള ഒരു ജനറേഷൻ എഴുന്നേറ്റേ മതിയാകുകയുള്ളൂ. ഞങ്ങളിപ്പോൾ ഈ മാണ്ഡ്വയിൽ വന്നത് അസാധാരണമായ ഒരു കുറേ ജനറേഷൻ എഴുന്നേൽക്കണം. ഒരു യങ് ജനറേഷൻ, കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീ പിടിക്കുന്ന ഒരു സമയത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. ബൈബിൾ പറയുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങളെ കാണും, ദർശനങ്ങളെ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അതെ, കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളത് കണ്ടു. ശക്തമായി കുഞ്ഞുങ്ങളുടെ മേൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ അന്യഭാഷകളാൽ ഇവിടെ നിറയുന്നത് കാണാൻ കർത്താവ് കൃപ തന്നു. അതെ, ഈ ഒരു ഉണർവിൽ അസാധാരണമായി കർത്താവ് കുറെ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാണ്ഡ്വയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. ഇതൊരു ഉണർവിൻ്റെ സമയമാണ്. ഈ ഉണർവിൽ ആരെല്ലാം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നോ അവരെല്ലാം കർത്താവ് തൊടാൻ പോകുകയാണ്. നിത്യ ജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാം വിശ്വസിച്ചു എന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത് പോലെ, അന്ന് പിസിദിയ അന്ത്യോക്യയിൽ നിയമിക്കപ്പെട്ടവർ മുഴുവൻ വന്നു കയറിയതുപോലെ, അതെ, ഞാൻ വിശ്വസിക്കുന്നു ഈ ഖാണ്ഡ്വയിൽ, ഈ മാണ്ഡ്വയിൽ നിയമിക്കപ്പെട്ട ജനങ്ങൾ, ആയിരങ്ങൾ, 10,000-ങ്ങൾ, ലക്ഷങ്ങൾ ഈ സുവിശേഷ വലയിലേക്ക് വന്ന് കയറാൻ പോകുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ യാത്ര, അതെ, അന്നമ്മ മാമൻ പാടിയതുപോലെ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി എന്ന് പാടിയതുപോലെ, അതെ, ക്രൂശെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. ഈ മാണ്ഡ്വയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഗ്രാമങ്ങൾ ഉണർവിലേക്ക് വരട്ടെ. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. പ്രാർത്ഥിക്കാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.